വ്ലോഗ് എടുത്തില്ല. ശരിയാ, ഞാൻ പോകുന്നതിന് മുന്നേ ഇതൊക്കെ ഇങ്ങനെയാട്ടോ. ഹലോ, അപ്പം ഇന്ന് ആക്ച്വലി നമ്മളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആട്ടോ. അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ മഴയൊക്കെ പെയ്ത് ഭയങ്കര അലമ്പായിരുന്നു. അതിനാണ് നമ്മൾ റെയിൻ കോട്ടൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ലുക്ക്, നമ്മുടെ മറ്റേ ഔട്ട്ഫിറ്റ് ലുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ വരുവേ. ഓക്കെ, സോ അപ്പോൾ നമ്മളിത് ക്രിസ്മസ് ഡേക്ക് ഗിഫ്റ്റ്സ് മേടിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മൾ ഗിഫ്റ്റ്സ് മേടിക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് സിമിലർ ഗിഫ്റ്റാണ്, ഓൾമോസ്റ്റ് സിമിലർ ഗിഫ്റ്റ്സ് അങ്ങനെ നമ്മൾ അവിടെ മേടിച്ചു. നമ്മളുടെ എനിക്കൊന്ന് ഈ വീടും പോട്ടെ ആദ്യം ഞാനിങ്ങനെ കാര്യമാക്കണ്ട. ഞാൻ എപ്പോഴും ഹെൽമെറ്റ് ഊരാതെ ഞാൻ ജാതു ലുക്കാണ് മിക്കപ്പോഴും ഇരിക്കാറ്. അങ്ങനെ ഞങ്ങൾ ഓഫീസിലെത്തിയിട്ട് എന്നിട്ട് നമ്മുടെ ഇളകിപ്പോയ പുട്ടിയൊക്കെ നമ്മൾ തിരിച്ചിടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ ലുക്ക്. ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാത്തിരുന്നു രജപാലക ദേവനാദം കേട്ടു ആമോദരാൻ വർണ്ണരാശികൾ വിടരും വാനിൽ വെള്ളി മേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു, തേജസ് മുന്നിൽ കണ്ടു, അവർ ബെത്ലഹേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി, രാജാതിരാജന്റെ പൊൻതിരുമേനി അവതാരത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളി മേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. Jesus Christ was born on Christmas Day, and man will live forevermore because of Christmas Day. Long time ago in Bethlehem, so the Holy Bible says, Mary's boy child, Jesus Christ, was born on Christmas Day. Hark now hear the angels sing, a King was born today, and man will live forevermore because of Christmas Day. Mary's born child, Jesus Christ, was born on Christmas Day, and man will live forevermore because of Christmas Day. Merry Christmas, we wish you a Merry Christmas and a Happy New Year. तेरे सिवा मैं जाऊं कहाँ, कोई भी राह चुनूं, तुझ पे ही आके रुकूं, तुम मिले तो लम्हे आ गया, കഴിഞ്ഞു. ഇനി സൂം ചെയ്തെടുക്കണം. Merry Christmas. Santa, who is the person you chose to give the first gift?
എന്റെ ക്രിസ്മസ് ഫ്രണ്ട് ഈ നാട്ടുകാരനല്ല, അങ്ങ് ദൂരെ നോർത്തിൽ നിന്ന് ഒരാളാ. ഗസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇത് കൊറേ പേരുണ്ടല്ലോ. ആ Your Christmas friend is me. Yes. Yes. അൻസു. അൻസു അവിടെ ഇച്ചിരി ഫ്രണ്ടിൽ വന്ന് നിക്കോ, മിഡിൽ വന്ന് നിക്കോ. ഹരി 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 കം ഹരി ഹരി ഗിഫ്റ്റ് കൊണ്ടുവരൂ. വിളിക്കണേ. ചെറുതായിട്ട് ശരിക്കും. ഹായ്. അങ്ങനെ നമ്മുടെ ലോട്ട് ഇട്ടിട്ട് നമ്മൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുക കേട്ടോ. അപ്പം ഇതിന് മുന്നേ കുറേ കലാപരിപാടികളൊക്കെ ആയിരുന്നു. കുറേ ഞങ്ങളുടെ കരോൾ സോങ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ലൈറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു, പിന്നെ വേറൊരു കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് പരിപാടിയായിരുന്നു. അത് രസമായിരുന്നു. ഇല്ല, ഗിഫ്റ്റ് ഉണ്ട്, പക്ഷെ ആളെ കിട്ടിയിട്ടില്ല. പേര് പറ. ടെക്നിക്കൽ ഇഷ്യൂ ആണ്, അത് നിങ്ങൾ പരിഹരിക്കുക. അടുത്ത ഗിഫ്റ്റ് വിളിക്കാം. ഞാൻ ആദ്യം വെച്ച പുള്ളി മലയാളി അല്ലാതെ ബോയ്. എന്നിട്ട് പുള്ളി ഇങ്ങനെ അഞ്ചു ചേച്ചിയുടെ കളിക്കൊടുക്കാൻ മേടിക്കുന്ന സമയത്താണ് ബാലരം വരുന്നു. കളിക്കൊടുക്കാൻ മേടിക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ അത് ആരായിരിക്കും? അടോള് ശ്രീരാം. ശ്രീരാന്റെ കാർത്തിക്. അയ്യോ, വീണ്ടും ബ്രേക്കായി. പിന്നെ നമ്മൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്കറിയാവുന്ന ആളെയാണ് നമുക്ക് കിട്ടിയെങ്കിൽ എല്ലാവർക്കും എല്ലാവരും അറിയണമെന്നില്ലല്ലോ. പക്ഷെ നമുക്ക് അറിയാവുന്ന ആളെ കിട്ടിയെങ്കിൽ നമ്മൾ അയാളെ കുറിച്ച് എന്തെങ്കിലും പറയും, ലൈക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ട് എന്തെങ്കിലും പറയുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അറിയാവുന്ന എന്തെങ്കിലും നമ്മൾ പറയുമേ. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പോൾ ബാക്കിയുള്ളവർ അത് ഗെസ് എടുത്തിട്ട് അത് ആരാന്ന് പറയണം. അല്ലെങ്കിൽ മറ്റേ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ്ലി പേര് പറഞ്ഞാലും മതി. അത് ഏതാണെങ്കിലും രസമുണ്ടേ. ഞാൻ ചിരിച്ചോ. എന്റെ കഴിഞ്ഞതാ. സോപ്പായിരിക്കണം, വേറെ എന്തെങ്കിലും എനിക്ക് നോക്ക്. ആരാ ഒന്ന്? ഷിജു. ഓർമ്മയില്ല. Shweta, are you excited for the gift?
ആണോ? പെട്ടെന്ന് കാക്കറി വീക്കിന് പൊളിക്കുക എന്നിട്ടാണ് എനിക്ക് കാണാൻ. പൊളിക്ക് പൊളിക്ക് ഫ്ലവർ. ആരായിരുന്നോ തന്നത്? ആ തനിക്കൊരു ബാഗിന്റെ കുറവുണ്ടായിരുന്നു, അതാ. ഇച്ചിരി ദൂരത്തേക്കാവോ? ആ യെസ്. ഓക്കെ, അപ്പോൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ട്രഷർ ഹണ്ട് ആയിരുന്നു. നമ്മൾ 4 ടീം ഉണ്ടായിരുന്നു, 4 ക്ലൂസ് ഉണ്ടായിരുന്നു. അത് നാച്ചുറൽ ട്രഷർ ഹണ്ട് ഇങ്ങനെ ഫുള്ള് തപ്പി നടക്കുന്ന കേട്ടോ. അവിടെ ഇത് ബിഗിനിങ് ആയല്ല വെച്ചാൽ ഇച്ചിരി ആയി കഴിഞ്ഞതുകൊണ്ടായിരുന്നു ഇങ്ങനെ നടന്നൊക്കെ പോകണം. ഇതിന് മുന്നേ തുടക്കത്തിൽ ആൾക്കാർ ഇറങ്ങി ഓടലും ഞാനും അതേപോലെ മതിലൊക്കെ കയറിയായിരുന്നു നമ്മൾ ക്ലൂസ് തപ്പിക്കൊണ്ടിരുന്നത്. അങ്ങനെ 4 ടീമുണ്ട് കേട്ടോ. നമ്മൾ 4 ടീമാണ്. ഇവർ ഇങ്ങനെ ഫസ്റ്റ് ഓർ സെക്കൻഡ് ടീമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾക്ക് 3rd പ്ലേസാണ് കിട്ടിയത്. നമ്മൾ 3rd ആയിരുന്നു ക്ലൂ കണ്ടുപിടിച്ചത്. നമുക്ക് അതിൻ്റെ ഒരു ഡബ്ബ ഓഫ് കുക്കിയൊക്കെ കിട്ടിയായിരുന്നു. അപ്പം അതാണ് ട്രഷർ ഹണ്ട്. ഭയങ്കര രസമായിരുന്നു. അതൊക്കെ തല വിളിക്കല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കേക്ക് കട്ടിങ് ആട്ടോ. ബർത്ത്ഡേൻ്റെ കേക്ക് കട്ടിങ്ങും ഉണ്ട്, നമ്മളുടെ ക്രിസ്മസിനുള്ള കേക്ക് ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. അപ്പം നമ്മൾ ആ മാസത്തെ കേക്ക് ബർത്ത്ഡേ ഉള്ളവരൊക്കെ നമ്മൾ വിളിച്ചു. ഹാപ്പി തുടക്കി ജാനു തുടക്കി. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞ് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിൽ